യോ ഗൈസ് വാട്സ്ആപ്പ്, ഞാൻ ഇന്ന് ഇടുക്കി പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ചേട്ടനും വരുന്നുണ്ട്. ചേട്ടൻ എന്ന് പറയുന്ന പുള്ളി എൻ്റെ ഒരു മെൻറ്ററിനെ പോലെയൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ അങ്ങോട്ട് പോകുന്നു. ആക്ച്വലി എനിക്ക് 2 ദിവസം ഇവിടെ നിന്ന് മാറിയിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഈ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം. തേർഡ് സർവീസ് ആകുന്നു 10,000 കിലോമീറ്റർ. അപ്പം വണ്ടി ഒന്ന് സർവീസിനും കൊടുക്കാം. ഇടുക്കിയൊക്കെ ഞാൻ ഇതുവരെ ഇടുക്കി കണ്ടിട്ടില്ല. ഇടുക്കിയൊക്കെ ഒന്ന് കാണാം. വീഡിയോയിൽ ഞാൻ ശരി കറുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഇത്രയും കറുപ്പല്ല. ഞാൻ ഇന്ന് സൺഡേ ആണ്. ഞാൻ ജിമ്മ് കഴിഞ്ഞിട്ടൊന്ന് ഫുട്ബോൾ കളിക്കാൻ പോയി. അവിടെ ഭയങ്കര വെയിലായിരുന്നു. ചെറുതായിട്ടൊന്ന് കറുത്ത്. ഇപ്പം സമയം 11 മണിയായി. അപ്പം ഞാൻ നേരെ സർവീസ് സെന്ററിൽ പോകുന്നു, വണ്ടി കൊടുക്കുന്നു. ചേട്ടൻ എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ ഒരുമിച്ച് പോകുന്നു. ഈ വീഡിയോ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് 440 സബ്സ്ക്രൈബേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാറ്റഗറി റിസ്ക് ആരെങ്കിലും ഈ ഒരു സബ്സ്ക്രൈബർ ബേസ് വെച്ച് എടുത്തിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഇതുവരെ ആരും ഷൂട്ട് ചെയ്തിട്ടില്ലാത്തൊരു ഫുട്ടേജ് ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. ഞങ്ങളൊരു 8 പേര് ഇതിന്റെ പിന്നിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ദിവസമായിട്ട് എല്ലാം നടക്കുകയാണെങ്കിൽ ഈ വരുന്ന ഫ്രൈഡേ ഞങ്ങളത് ഷൂട്ട് ചെയ്യും. ഒരു 2-3 ഡേയ്സിനുള്ളിൽ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളത് അപ്ലോഡ് ചെയ്യും. സോ നമുക്ക് പോവാം. ഞാൻ ഇച്ചിരി പോവാം. കുറച്ച് കാര്യങ്ങൾ പറയാൻ KGF എല്ലാവരും നമ്മൾ ആക്ച്വലി റൂം എത്തി. കറൻ്റ്ലി ഞാനൊരു ടെറിബിൾ വ്ളോഗറാണ് കേട്ടാ. ഞാനത് തിരിച്ചറിയുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 8 മണിയായി. 11 മണിക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം 8 മണിയായി. ഇതിനിടയിൽ ഞാൻ ഒരു പപ്സും മിൽക്ക് ഷേക്ക് ഒരു ഷേക്കും മേടിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പം ആഡ് ചെയ്യാം. അതൊന്ന് കണ്ടു നോക്ക്. നമ്മൾ കൊട്ടാരക്കരയെത്തി. നമ്മളൊരു ചെറിയൊരു പപ്സും ചായയും കുടിക്കാൻ വേണ്ടി നിർത്തി. ഞാൻ ചേട്ടനെ കാണിച്ചു തരാം. ഞങ്ങൾ ഇടുക്കി എത്തി, റൂം എടുത്തു. ഞാൻ ഇപ്പോൾ ഇവിടെ ലോബിയിലിരിക്കുന്നു. കറൻ്റ്ലി ഞാൻ ഇച്ചിരി ഒരു ടെറിബിൾ വ്ളോഗറാണ്. ഇത് ശരിയാക്കണം. പിന്നെ ചേട്ടൻ അവിടെ വാഷ്റൂമിൽ കയറി. ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നു. ശരിയാക്കണം. ഇതിനിടയിൽ നമ്മൾ പ്രവീൺ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പത്തനംതിട്ട. അവിടെ പോയി. അവിടെയായിരുന്നു ഇന്നത്തെ ഉച്ച ഭക്ഷണമൊക്കെ. അത് ഇച്ചിരി അടിപൊളിയായിരുന്നു. ഞാൻ ഇന്നാണ് തിരിച്ചറിയുന്ന ഈ പത്തനംതിട്ടക്കാരൊക്കെ ഈ മീൻകറിയിൽ തേങ്ങ ഉപയോഗിക്കത്തില്ല. മീൻകറിയൊക്കെ പക്ക. ഞാൻ കുറേ കഴിച്ചു, വയർ ഫുള്ള്. ഞാൻ ഇതിൻ്റെ ഒന്നും വ്ളോഗ് എടുത്തില്ല. എന്ത് ചെയ്യും ഞാൻ? വി വിൽ കറക്റ്റ് ഇറ്റ് ലൈക്ക് ഓൾവേസ്. ഞാൻ കുറേ കാലമായിട്ട് ഈ ഫുഡ് ബ്ലോഗേഴ്സും ഫുഡ് വ്ളോഗ് ചെയ്യുന്നതൊക്കെ കണ്ട് കൊതിയായിട്ടുണ്ട്. നജിൻസ് റെസ്പോൺസ് ടു ഫുഡ് ബ്ലോഗേഴ്സ് കണ്ടു നോക്ക്. കുറച്ച് ദക്കൂസ് എടുത്ത് സാലഡിലിങ്ങനെ ഒഴിച്ചു. ഇത് അൽഫാം മന്തിയാണ്. അൽഫാം മന്തിയും കുറച്ച് മയോണൈസ് ഇട്ടിട്ട് കുറച്ച് പുതിന ചട്നി. ഞാൻ ഒരു വീഡിയോ പോലെ എടുക്കുന്ന. ഇത് ഇച്ചിരി അടിപൊളി മണം. വായിന്ന് വെള്ളം വരും. എല്ലാം കഴിച്ചു. ഇനി ഒന്നും ബാക്കിയില്ല. കുറച്ച് ദക്കൂസ് മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നത്തെ ഡേ കഴിഞ്ഞു. ഞങ്ങളിതാ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇനി എനിക്ക് നാളെ പല്ല് തേക്കാനായിട്ട് ബ്രഷും പേസ്റ്റും വാങ്ങിക്കണം. ഞാൻ മറന്നുപോയി. ഡേ 1 കഴിഞ്ഞ്. നാളത്തെ കാര്യങ്ങൾ നാളെ. I am improving on my vlogging skills.
നേരെ എൻ്റെ മോൻ കാണിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ശരിയാക്കും. രാവിലെ മോർണിംഗ് വാക്കിന് ഞാനും ചേട്ടനും കൂടെ ഇവിടെ അടുത്തുള്ളൊരു കൈലാസപ്പാറയിലേക്ക് വന്നു. ഇത് ഇച്ചിരി സീൻ സ്ഥലം തന്നെ, ഒന്ന് നോക്കും. സത്യം പറഞ്ഞ ഇത്രയും നേരം ഭയങ്കര മഞ്ഞ് കോടലൊക്കെ വന്ന് ഭയങ്കര തണുപ്പ്. പക്ഷെ ഈ സ്ഥലം മോനെ അത് ഇച്ചിരി കാണാൻ തന്നെ ഉണ്ട്. ഞാൻ തിരിച്ചു കാണിച്ചു തരാം. എനിക്കൊന്ന് ഇത് കൈലാസപ്പാറ എന്ന് വിളിക്കുന്നത് ശിവന്റെ അമ്പലമൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടായിരുന്നു. ശിവനായിട്ട് എന്തോ റിസംബ്ലൻസ് ഭയങ്കര രക്ഷയില്ല. ഇവിടെ വന്നപ്പോഴേ എനിക്ക് തോന്നിയത്, പണ്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഓട്ടോബയോഗ്രഫി വായിക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തെ പറ്റി ആരും എഴുതിയത് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായ ആളാണല്ലോ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ എഴുതിയത് ഇങ്ങനെയാണ്: നേച്ചർ വാസ് സോ ലാവിഷ് ആൻഡ് ഹാപ്പി വെൻ ഷീ വാസ് ഷേപ്പിംഗ് അപ്പ് എന്ന്. അപ്പോൾ ചില ആൾക്കാരെ സൃഷ്ടിക്കുമ്പോൾ പ്രകൃതി വളരെയധികം ലാവിഷാണ്, വളരെ ഹാപ്പിയാണ്, എല്ലാം അങ്ങ് വാരിക്കോരി കൊടുക്കും അല്ലേ. അതേപോലെയാണ് ഈ കൈലാസ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, പ്രകൃതി തന്നെ ചിലപ്പോൾ പ്രകൃതിയുടെ ചില ഭാഗങ്ങളെ സൃഷ്ടിക്കുന്ന സമയത്ത് എല്ലാം വാരിക്കോരി കൊടുക്കും. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അത് ഒരു മോർണിംഗ് വാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒന്നും ജിമ്മിൻ്റെ ഒന്നും ആവശ്യം ആളുകൾക്കില്ല. വെറുതെ ഒന്നും ഇങ്ങോട്ടേക്ക് നടന്നാൽ മതി. ഞാൻ പൊതുവേ ഇത്തരം കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളല്ല. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഹോട്ടലിൽ റൂമിൽ കിടക്കും, എന്നിട്ട് മുണ്ടാതെ രാവിലെ എഴുന്നേറ്റ് ക്ലാസ് എടുക്കാൻ പോകും, വീട്ടിൽ പോകും. ഇന്ന് എൻ്റെ കൂടെ ഇവനുണ്ടായിരുന്നു, അജിൻ. അപ്പോൾ ഇന്ന് അവനുള്ളതുകൊണ്ട് എന്നെ കൊണ്ട് ഇങ്ങനെ വേണ്ട ഈ കൈലാസപ്പാറയൊക്കെ കയറിപ്പിച്ചു. അതാണ് പിള്ളേരുടെയൊക്കെ കൂട്ടുകൂടിയാൽ നമുക്ക് ലൈഫ് വേറൊരു പുതിയ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നദി വരെ ഉണ്ട് ഇവിടെ. എനിക്കത് കാണിക്കാൻ അറിയില്ല. അടുത്ത പരിപാടി കഴിഞ്ഞു, ഞങ്ങൾ തായ്പറന്ന് പോകുന്നു. എൻ്റെ പുറകെ ചേട്ടനുണ്ട്. ചേട്ടൻ്റെ കാലിന് ചെറിയൊരു പ്രശ്നം. ഞങ്ങളതൊന്ന് ഡ്രസ്സ് ചെയ്യാനായിട്ട് പോകുന്നു. അടിപൊളി. ഇനി കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ ചേട്ടനൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ആ പ്രോഗ്രാമിന് പോയിട്ട് അവിടെ ഒന്ന് ബാക്കി കാര്യങ്ങൾ. പിന്നെയുള്ളത് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഈ കുരുപ്പ് എവിടെ ഇരുന്ന് ബഹളം വയ്ക്കും. എന്തോന്ന് മോട്ടിവേഷൻ ക്ലാസ്, എന്തോന്ന് ഇൻഡക്ഷൻ പ്രോഗ്രാം. ഞാൻ ഒന്ന് പുറത്തോട്ടിറങ്ങി. എനിക്കൊന്ന് മുള്ളാൻ പോണമായിരുന്നു. അകത്ത് ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി എനിക്കൊന്ന് ഇന്നവിടെ +1 +2 പുതിയ ബാച്ച് തുടങ്ങുകയാണ്. അപ്പം അവർക്കൊരു ഇൻട്രോ പോലെ ഒരു കരിയർ എങ്ങനെ ചൂസ് ചെയ്യണം അതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ അവയർനെസ് ക്ലാസ്. അപ്പം അത് നടന്നുകൊണ്ടിരിക്കുന്നകത്ത് ഇതാണ് സ്കൂൾ. ആ കൊച്ചു പുറത്തോട്ടിറങ്ങി. എൻ്റെ പിറകെ വന്നവൻ. അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനന്ന് പുറത്തോട്ടിറങ്ങി. എന്നുവെച്ചാൽ പാരൻസിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഇപ്പം 9, 10, 11, 12 സ്റ്റുഡൻസിനെല്ലാവരും വെച്ചിട്ട് ഒരു 1 hour സെഷൻ പോലെ. അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് കൊച്ചു പിള്ളേർ അവരെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ 25 വയസ്സായി. +1 +2 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര ഒരു 18 വയസ്സ് പോലും ആ ഒരു പ്രായം പോലും ഒന്നും ആവത്തില്ല. അപ്പം ഞാനിങ്ങനെ അവിടെ നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചു. അപ്പോൾ എനിക്കതൊന്ന് വീഡിയോയിൽ ചെയ്താലോ എന്നിങ്ങനെ പെട്ടെന്നൊരാഗ്രഹം വന്നു. 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബയോളജിക്ക് അതുവരെ ജയം കണ്ടിട്ടില്ല. കെമിസ്ട്രിക്കാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ പോലും അറിയത്തില്ല. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ചീത്ത കൂട്ടുകാർ. അവർക്ക് വേണ്ടി എന്നല്ല, നമുക്ക് വേണ്ടി തന്നെ കുറേ അലുമ്പ്, പെൺവിഷയങ്ങൾ, വീട്ടുകാരായിട്ട് അടി, എല്ലാം. ഇതിനിടയിൽ പഠിക്കത്തൊന്നുമില്ല. അങ്ങനെ 2 മോഡലിന് ഞാൻ തോറ്റെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ തോൽവിയായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട്. ഞങ്ങൾ 3 പേരും, എനിക്ക് സത്യം പറഞ്ഞാൽ 2 പേപ്പറേ തോൽവിയുള്ളൂ സയൻസിൽ. എൻ്റെ കൂടെ ഉള്ളവർ ഇംഗ്ലീഷ് ജയിക്കാറില്ല, മാത്സ് ജയിക്കാറില്ല. എനിക്ക് മാത്സ് സീനില്ല കേട്ടോ. ആ സമയത്ത്
പ്രശ്നമില്ല, ഞാൻ പഠിച്ചില്ലെങ്കിലും മാത്സൊക്കെ ഞാൻ ജയിക്കും, നല്ല മാർക്കും കാണും. പക്ഷേ ബാക്കിയെല്ലാം ഞങ്ങളങ്ങനെ 3 നേരം വീട്ടിൽ നിന്നൊക്കെ വിളിച്ചത് ഇമ്മാരൊന്നും ജയിക്കത്തില്ല, നാണക്കേടെന്നൊക്കെ ഉള്ള രീതിയിൽ ടീച്ചർമാരും എല്ലാവരും എഴുതി കളഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് ആദ്യം ഇത് പറഞ്ഞപ്പോൾ വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു, ഇവർ പറഞ്ഞപ്പോൾ മൈൻഡൊന്നും ചെയ്തില്ല. പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ അമ്മ ഇരുന്ന് കരണമെന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്ന മോൻ ഭയങ്കര കിടിലമാണ്, റാങ്കൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കല്ലേ അറിയൂ ഇതിൻ്റെ സത്യവും കാര്യങ്ങളൊക്കെ. അങ്ങനെ അമ്മ ഇരുന്ന് കുറേ തിരിച്ചു അന്ന് ബസ്സിലൊക്കെ ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്തിരുന്ന് അപ്പം എല്ലാവരും ഞാൻ കുറച്ചൊന്ന് ഡൗണായി. സത്യം പറഞ്ഞാൽ അപ്പം മോഡലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഞാൻ ICSE പഠിച്ചത് സർവോദയയിൽ. അപ്പം നമുക്ക് ഈ മെയിൻ എക്സാമിന് മുമ്പ് ഒരു ഇത് വരുന്നുണ്ട്, ഒരു 1.5 ഒന്നും ഇല്ല, ഒരു 40 days എന്തോ ബ്രേക്ക് വരുന്നുണ്ട്. അപ്പം ഈ ബ്രേക്കിൽ ഞാൻ തീരുമാനിച്ച് പഠിച്ചേ പറ്റത്തുള്ളൂ. അമ്മ എന്നെ എല്ലാ ട്യൂഷനൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പം വലിയ പൈസ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ പഠിച്ച് വലുതാവണമെന്നൊക്കെ വിചാരിച്ച് എന്നെ എല്ലാ ട്യൂഷനും കൊണ്ടൊക്കെ വിടുമായിരുന്നു. അങ്ങനെ അവിടെ എല്ലായിടത്തുമൊക്കെ തോക്കുമായിരുന്നു. കെമിസ്ട്രിയും ബയോളജിയും ഒന്നും എനിക്കൊരു തേങ്ങ അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 1.5 മാസം ഇരുന്ന് പഠിക്കാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്ന് പഠിച്ചു. ഇനി അമ്മ ഇങ്ങനെ കരയുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ കാരണം എനിക്കങ്ങനെ തോന്നിയില്ല. അങ്ങനെ ഞാൻ കുറേ ഇരുന്ന് പഠിച്ചു. സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്ന് പനി വരെ വന്നു, ടെൻഷനൊക്കെ ആയിട്ട്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് പേടിപ്പനിയാണ്. അങ്ങനെ ഫൈനലി പരീക്ഷ എഴുതി കേട്ടാ. എനിക്ക് കെമിസ്ട്രിക്ക് സത്യം പറഞ്ഞാൽ 1 മാർക്കോ 2 മാർക്കോ എന്തോണ് കുറഞ്ഞ 100-ൽ. ബയോളജിക്കും 90-ന് മുകളിൽ. എനിക്ക് ടോട്ടൽ 89% മാർക്ക് ഉണ്ടായിരുന്നു ICSEയിൽ. സത്യം പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും നെട്ടി. ഇത് എല്ലാവരും എഴുതി കളഞ്ഞതാണ്. എൻ്റെ കൂട്ടുകാർ വരെ നെട്ടി. അവന്മാരങ്ങ് ടെൻഷനായി. ആ കൂട്ടത്തിൽ പലരെയും കാട്ടി മാർക്ക് എനിക്ക്. അവന്മാർക്കൊക്കെ 60, 62 ഒക്കെ നിൽക്കുമ്പോൾ ഞാൻ 89-ൽ കയറി. സത്യം ഞാൻ ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഇത് പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ ഇരിക്കുന്ന പിള്ളേരെയൊക്കെ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളിങ്ങനെ ഓർമ്മ വന്നു. അവരുടെയൊക്കെ ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഒരു 8-9 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ അതൊന്നും സത്യം പറഞ്ഞ ഒരു പ്രശ്നമായിരുന്നില്ല എനിക്കെന്നല്ല ആർക്കും. പക്ഷെ അന്ന് അതെന്നെ ഒരുപാട് കൺസ്യൂം ചെയ്തു പല കാര്യങ്ങൾ. ഐ ഷുഡ് ഹാവ് ഹാഡ് മോർ ഫൺ ആ പ്രായത്തിൽ. എനിക്ക് ഇവരോട് ഇതൊക്കെ കയറി പറയണമെന്നുണ്ട്. പക്ഷെ പ്രവീൺ ചേട്ടൻ എനിക്കൊരു അവസരം തരത്തില്ല. അതൊക്കെയാണ്. ഐ തോട്ട് എനിക്കിതൊന്ന് പറയണം തോന്നി. ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും അന്ന് ഞാൻ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിയായിരുന്നു. ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അന്നിരുന്ന് പഠിച്ചത്. പുറത്തു പോകത്തില്ല. ഈ പറയുന്ന കൂട്ടുകാരൊക്കെ വിളിച്ചാൽ പോലും ഞാൻ പലപ്പോഴും പിന്നെ ഞാൻ ഫോണൊക്കെ എടുക്കാതെയായി. അവന്മാർ വിളിക്കും, അവളുമാർ വിളിക്കും, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഞാനിരുന്ന് അങ്ങ് പഠിച്ച് എല്ലാവരും കുറച്ച് പേരൊക്കെ ഇത് പ്രതീക്ഷിച്ചെന്ന് തോന്നുന്നു. ഞാൻ എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട്സൊന്നും ആദ്യം ഇത് ഭയങ്കര അക്സെപ്റ്റിംഗ് ഒന്നും ആയിരുന്നില്ല. നീ ചതിച്ചെന്നൊക്കെ പറഞ്ഞ്. ഐ തിങ്ക് ആ പ്രായത്തിലുള്ള സുഹൃത്തുക്കളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു ഈ കാണുമ്പോൾ ഒരു ഹൈ ബൈ റിലേഷൻ അല്ലാണ്ട് ഒരാളെന്തോ ആണ് ഇപ്പോഴും ഡെയിലി. ഇപ്പം ഒരാളെൻ്റെ പാർട്ട്ണറാണ്, രോഹിത്. പക്ഷെ ബാക്കി എല്ലാവരും ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ ഡെയിലി കാണാറൊന്നുമില്ല. എല്ലാവരും പിന്നെ സയൻസ് എന്നൊക്കെ പറഞ്ഞങ്ങ് പോയി. ഡോക്ടർ, എൻജിനീയറിങ്, പല പരിപാടികൾ. അന്നത്തെ ടെൻഷനൊന്നും ഒരു ടെൻഷൻ അല്ലായിരുന്നു. ചേട്ടാ ഇവിടെ ക്ലാസ് നടക്കുന്നത്, ഞാൻ പിന്നെ ഒന്ന് അകത്ത് തരട്ടെ. ചേട്ടന് കുറച്ച് വീഡിയോസ് എടുത്തു കൊടുക്കണം. ഞങ്ങൾ ഇവിടെ കുരിശുപാറ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. ഞങ്ങൾ ആക്ച്വലി ഒരു വാട്ടർഫോളിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ ഒരു വിഷയം നടന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഇന്നലെ എന്തോ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ആരോ മറ്റും വീണ് പ്രശ്നമായി. അങ്ങനെ നാട്ടുകാർക്കൊക്കെ ഇച്ചിരി പേടി ഞങ്ങൾ ഇറങ്ങാൻ പോയപ്പോൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. അവരിങ്ങനെ ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങൾ പിന്നെ അവിടെ നിൽക്കാൻ നിന്നില്ല. ഞങ്ങളിങ്ങനെ ഇറങ്ങി വന്നു. ഞങ്ങൾ കുരിശുപാറയിൽ വന്നു.
സീനിക് പ്ലേസ്. ഞാൻ ചേട്ടന് 2-3 വീഡിയോ ഒക്കെ എടുത്തു കൊടുത്ത്. ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഇനി നെക്സ്റ്റ് സ്ഥലത്തെത്തിയിട്ട് ഒരു കാര്യം കൂടെ, അതോ നിൽക്കുന്നതാണ് എൻ്റെ ചേട്ടൻ. ഞാൻ ഇങ്ങനെ നടന്നപ്പോൾ വേറൊരു കാര്യം കൂടെ മനസ്സിൽ വന്നു. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പം ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്കിങ്ങനെ പുതിയ പുതിയ ഐഡിയാസ് വരുന്നു. സോ ഐ തിങ്ക് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുകയാണെങ്കിൽ, ഓട്ടോയുടെ ശബ്ദം ആവുകയാണെങ്കിൽ ഒരുപാട് പുതിയ പുതിയ പ്ലാൻസ് ഞാൻ കൊണ്ടുവരും കേരളത്തിൽ. ഈ പള്ളി കണ്ട, ഞങ്ങൾ ആക്ച്വലി ആ റോഡ് വഴി വന്നപ്പം ഞങ്ങൾ ഈ പള്ളി കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ നിർത്തിയത്. ദിസ് പള്ളി ഈസ് ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ.